ഹായ് ഫ്രണ്ട്സ്, ഇതുപോലൊരു കുർത്തി എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ യോക്കിൻ്റെ ഭാഗമാണ് നമ്മൾ നാലായിട്ടാണ് തുണി മടക്കിയിട്ടേക്കുന്നത്. ഇത് ലൈനിങ്ങിൻ്റെ തുണിയാണ്. അപ്പോൾ അതിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞത് 15 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പം ഇനി ഷോൾഡർ 6.5, താഴോട്ടും 6.5. അവിടെ 6.5 ഉണ്ടോ എന്ന് നോക്കണം. ഇനി സ്കെയിൽ വെച്ച് വരയ്ക്കുന്നു. ഇനി നമുക്ക് ചെസ്റ്റ് 9 ഇഞ്ച്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ്, 9 ഇഞ്ച് 2 ഇഞ്ച് തയ്യൽ. എന്നിട്ട് നമ്മളത് സ്ക്വയർ രൂപത്തിലാക്കുന്നു. ഇനി അതിൻ്റെ 6.5 പകുതി എടുക്കുന്നു. എന്നിട്ട് അവിടെ 1.5 എടുക്കുന്നു. എന്നിട്ട് ഷേപ്പ് വരയ്ക്കുന്നു കൈക്കുഴിയുടെ. ഇനി താഴെ വേസ്റ്റ് വണ്ണം 7, അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും 1 ഇഞ്ച് ടക്കടിക്കാനും 1 ഇഞ്ച് ടക്കടിക്കാം, പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 3 ഇഞ്ച് അധികത്തിൽ എടുക്കുന്നു. എന്നിട്ട് ഷേപ്പ് വരയ്ക്കുന്നു. ഇത് ബാക്ക് പാർട്ടാണ്. ഇനി ഈ പ്രിൻസസ് കട്ടുമാണ് ഈ കുർത്തി. നമ്മൾ 2 ഇഞ്ച് അവിടെ 1 ഇഞ്ച് അവിടെ എടുക്കുന്നു. 1 ഇഞ്ച് എടുത്തിട്ട് ഷേപ്പ് വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു. ഇത് നമ്മൾ യോക്കിൻ്റെ ഭാഗം പ്രിൻസസ് കട്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത്. യോക്കിൻ്റെ ഫ്രണ്ട് ഭാഗം എ ലൈനാണ്, താഴ്ഭാഗം. സ്കർട്ടിൻ്റെ ഭാഗം എ ലൈനും യോക്കിൻ്റെ ഫ്രണ്ട് ഭാഗം പ്രിൻസസ് കട്ടുമാണ്. അപ്പോൾ ഇനി ഫ്രണ്ട് ഭാഗമാണ് നമ്മളത് ഇറക്കം അതേപോലെ തന്നെ 15 1 16. ഷോൾഡർ 6.5, താഴോട്ട് 6.5, ഫ്രണ്ട് 6.5 അല്ല, താഴോട്ട് 7 എടുക്കും. ഇത് പ്രിൻസസ് കട്ടായതുകൊണ്ട് കട്ട് ചെയ്യുന്നതിന് വേണ്ടി. എന്നിട്ട് നമ്മൾ അവിടെ വരയ്ക്കുന്നു. ഷോൾഡർ 6.5 എടുക്കുമ്പം താഴോട്ട് 7 എടുക്കണം. ഇനി ചെസ്റ്റ് 9, 2.5 ഇഞ്ച് തയ്യൽ തുമ്പെടുക്കണം. അവിടെ കട്ട് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് അധികത്തിൽ വേണം, അതിന് വേണ്ടിയാണ്. ഇനി നമ്മൾ മറ്റേതുപോലെ ഇതിൻ്റെ ബെസ്റ്റ് ഇറക്കം 10.5ആണ്. എന്നിട്ട് നമ്മൾ ആ ഷേപ്പ് കൈക്കുഴിയുടെ വരയ്ക്കാൻ പറ്റിയതുപോലെ തന്നെ ബാക്കിൻ്റെ പോലെ തന്നെ വരച്ചിടും. ഇനി അവിടെ നിന്ന് 4 ഇഞ്ച്, 9 ഇഞ്ച് ചെസ്റ്റ് വേണം, അതുകൊണ്ട് 4 ഇഞ്ച്, താഴെ 3.5. 3ൽ 4 എടുക്കുമ്പോൾ താഴെ 3.5 എടുക്കണം. എന്നിട്ട് അവർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. എന്നിട്ട് അവിടെ നിന്ന് 2 ഇഞ്ച്, എന്നിട്ട് അവിടെ നിന്ന് 1.5, എന്നിട്ടൊരു ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് ഇത് തമ്മിൽ ഇങ്ങനെ ഇതുപോലെ ഷേപ്പ് വരയ്ക്കുക. അപ്പം ബാക്കി അത് ഫുള്ള് വേണം അവിടെ. എന്നിട്ടിത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് മെയിൻ തുണി കട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ലൈനിങ്ങാണ് കട്ട് ചെയ്തത്. ഇനി മെയിൻ തുണി എടുത്ത് കട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബാക്ക് പാർട്ട് മെയിൻ തുണി 2ആയിട്ട് മടക്കിയിട്ടിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. ഇനി ഫ്രണ്ട് പാർട്ടും അതുപോലെ മറ്റേ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. നമ്മളിതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണെങ്കിൽ സ്ലീവാണ് കട്ട് ചെയ്യുക. അല്ല, സ്ലീവല്ല, സ്കർട്ടിൻ്റെ പാർട്ടാണ് വരുന്നത്. അത് ലൈനിങ്ങാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. എൻ്റെ ഇറക്കം 33ആണ്. വേസ്റ്റ് വണ്ണം 4ആയിട്ടിട്ടപ്പോൾ 9. ആ യോക്കിൻ്റെ താഴ്ഭാഗത്തിൻ്റെ അളവ് തന്നെയാണ് 9. എന്നിട്ട് അവിടെ നിന്നൊരു 2 ഇഞ്ച് ഷേപ്പിന് വരയ്ക്കണം താഴെ. എന്നിട്ടത് കട്ട് ചെയ്യാം.
നമ്മളിപ്പം പാവാടയുടെ മെയിൻ തുണി കട്ട് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഈ ലൈനിങ് 33 ആണെങ്കിൽ മെയിൻ തുണി 35 ഇടണം, ഇറക്കാം. ബാക്കിയെല്ലാം കറക്റ്റായിരിക്കും. 35 36 ഇടുന്ന. ഇനി സ്ലീവാണ്, സ്ലീവിൻ്റെ പാർട്ടാണ്. സ്ലീവിൻ്റെ ഇറക്കം 12 ഇഞ്ചാണ്. എന്ന് പറഞ്ഞാൽ 10 ഇഞ്ച് വരണം, 2 ഇഞ്ച് തയ്യെഴുത്തുമ്പോൾ. എന്നിട്ട് 1 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തിയത് ചെറിയ പഫ് വയ്ക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് അത് ഷേപ്പ് വരച്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നു. താഴെ നമ്മൾ 7 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് വരച്ചെടുക്കുന്നു. ചെറിയ ഒരു പഫുണ്ട്, അതിന് 1 ഇഞ്ച് 1/2 ഇഞ്ച് നമ്മൾ ഇട്ടിട്ടാണ് നമ്മൾ ആ കൈക്കുഴി വരച്ചെടുത്തത്. അവിടെ എന്നിട്ട് ഇനി മുൻകഴുത്താണ്. അത് മുൻകഴുത്തിൻ്റെ ലെങ്ത് 7ഉം വിഡ്ത്ത് 3 ഇഞ്ചുമാണ്. എന്നിട്ട് നമ്മൾ സ്ക്വയർ വരയ്ക്കുന്നു. ഈ സ്ക്വയറിൻ്റെ പോലുള്ള ഒരു നെക്കാണിത് വരുന്നത്. സ്ക്വയർ നെക്കാണ്. അവിടുന്ന് ആ 1/4 ഇഞ്ച് ഇങ്ങനെ വെച്ചിട്ട് അവിടുന്ന് ഒരു ഷേപ്പ് വരയ്ക്കുന്നതേ ഉള്ളൂ. സ്ക്വയറാണിത്. എന്നിട്ട് അതിൻ്റെ വെട്ടിയെടുക്കാണ്ട് അഡീഷണലായിട്ട് 1 ഇഞ്ച് കൂടെ നമ്മൾ അധികത്തിൽ വരച്ചെടുക്കണം. ഇപ്പോൾ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. ബാക്ക് നെക്ക് 3 ഇഞ്ച് വിഡ്ത്തും 7 ഇഞ്ച് ലെങ്ത്. അതിന് സ്ക്വയർ വരച്ചിട്ട് റൗണ്ട് ഷേപ്പിലാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത്. റൗണ്ട് നെക്കാണ്. നമ്മളിപ്പം ബാക്ക് നെക്കും കട്ട് ചെയ്തെടുത്തിരിക്കുന്നു. ഈ നക്കെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് തുണിയെല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് ആ ലൈനിങ്ങും മെയിൻ തുണിയും കൂടെ ചേർത്ത് തയ്ച്ചെടുക്കണം. ആദ്യം ലൈനിങ് മെയിൻ തുണിയും കൂടെ തയ്ച്ചിട്ട് അതിൻ്റെ നെക്കും ചേർത്ത് വെച്ച് തയ്ച്ചെടുക്കണം. നെക്കും അതിൻ്റെ പുറത്ത് ഇത് ഫ്രണ്ട് നെക്കല്ല, ബാക്ക് നെക്കാണ്. അത് മാറ്റിയിട്ട് ഫ്രണ്ട് നെക്ക് വെക്കണം. ഫ്രണ്ട് നെക്ക് വെച്ച് എന്നിട്ട് ഫ്രണ്ടിലും അതുപോലെ ഇതെല്ലാം ചെയ്ത് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പം നമ്മൾ നെക്കെല്ലാം തയ്ച്ചെടുത്ത് അതുപോലെ പ്രിൻസസ് കട്ടിൻ്റെ ഭാഗം 2 ഭാഗവും തയ്ച്ചെടുത്ത് ഇനി അത് ചേർത്ത് തയ്ച്ചെടുക്കണം. എന്നിട്ട് ബാക്കുമായിട്ട് ഷോൾഡർ നമ്മൾ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഷോൾഡറും കൂട്ടി യോജിപ്പിച്ചെല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിൻസസ് കട്ടും തയ്ച്ചു, എല്ലാം റെഡിയായി. ബാക്കി ടക്കിട്ടു എല്ലാം ചെയ്തു. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അതും ചെയ്തിട്ട് വരാം. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ആ 1 ഇഞ്ചിനകത്ത് 1/2 ഇഞ്ചിനകത്ത് 2 സൈഡിലൂടെ 1 ഇഞ്ച് അത് ചെറിയ 2 ഞെറിവായിട്ട് എടുത്ത് അതിങ്ങനെ തയ്ച്ചെടുത്തിട്ട് വേണം ആ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ. ഇപ്പം നമ്മൾ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി സ്കർട്ടിൻ്റെ ഭാഗവും കൂടെ കൂട്ടി യോജിപ്പിച്ച് തയ്ച്ചെടുക്കണം. ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെയാണ് ഈ കുർത്തി കിട്ടുന്നത്.